ചിതറിയ മിഴിയിൽ രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ. പൊൻകളരിവാതിലിലെ ദേവി ചിലച്ചിലമ്പും ചിലപ്പൊലിയോടെ ചിതറി വരുന്നോളെ തെന്നൽ തോളിനാളെ പൊളി നിന്നപോലെ അഴകോളെ കറുത്തൊരു കരിമുകിൽ പോലെ മുടിയുലയും മധുകരമൊഴി മതകരമിഴി പടിയേറി വന്ന പനിമതിയേ. അടിപൊളി. ഇത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന സനീഷ് ബ്രോ ആണ് അല്ലേ? ഇത് സ്പെഷ്യലായിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കൊറിയോഗ്രാഫർ ആണോ അതോ യോഗ ട്രെയിനർ ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്തതാണോ? അതെങ്ങനെയാ? യോഗ ട്രെയിനറാണ്, കൊറിയോഗ്രാഫർ കൂടിയാണ്. ആണ്. ഓക്കെ, ഇതാണ് ഇവരുടെ കോച്ച് പ്രേമരാജൻ എന്നാണ് സാറിന്റെ പേര്. ട്രെയിനിങ് ഒക്കെ നൽകുന്ന സാറാണ് അല്ലേ? ഈ പിള്ളേര് ഒരു ടീമാണ്. ഈ സ്ക്വാഡ് എന്ന് പറയുന്ന ഈ പേര് ഇട്ടേക്കുന്നത് നിങ്ങൾ ഈ ഗ്രൂപ്പിന് വേണ്ടി മാത്രം ഇട്ടേക്കുന്ന പേരാണോ അതോ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടോ? ഇതിനു വേണ്ടി ചെയ്താണ്. ഇത് എത്ര പിള്ളേരുണ്ട്? ഇതിലിപ്പോ 10 പേരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അല്ലാണ്ട് ആസ് എ ടീം എത്ര പേരുണ്ട്? ഇത് യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരുണ്ട്, അതിന്റെ ടീമാണ് ഇവര്. ഇവര് നാഷണൽ ടീമിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നാഷണൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത താരങ്ങളാണ് ഇവര്. അടിപൊളി. അപ്പൊ കോച്ചിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പിള്ളേരുടെ മെയ് വഴക്കൊക്കെ കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയതാ, ഇതിപ്പോ കുഞ്ഞുനാള് മുതലേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണോ നമുക്ക് ഇങ്ങനെ ഒരു മെയ് വഴക്കം കിട്ടുക? അതോ ഇപ്പം നമ്മുടെയൊക്കെ ഏജിലുള്ള ഒരാൾക്ക് ഇപ്പൊ കണ്ടു ഒരു ആഗ്രഹം തോന്നി, അപ്പം ഏജ് അതൊരു ഫാക്ടർ ആണോ ഇത് പഠിച്ച് പരിശീലിപ്പിക്കുന്നതിന്? ഇതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആസനാസാണ് ഉള്ളത്. അപ്പൊ അത് ഏജ് ആയ ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിലെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ യോഗ എന്ന് പറഞ്ഞാൽ പൊതുവിൽ പ്രായമുള്ള ആളുകൾക്കുള്ളതാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇപ്പൊ പുതിയ തലമുറയിലേക്ക് യോഗയെ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്പോർട്സ് യോഗയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്പോർട്സ് യോഗയിൽ വളരെ ആകർഷകമായ മത്സരങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രകടനമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ റിതമിക് യോഗ ഡാൻസ്, ആർട്ടിസ്റ്റിക് യോഗ സോളോ, ആർട്ടിസ്റ്റിക് പെയർ, അങ്ങനെ വിവിധ യോഗ ഡാൻസുകളുണ്ട്. അപ്പൊ അതിലെ ഐറ്റങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ. എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും കിള്ളം പെർഫോം ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങളൊക്കെ വിജയിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ശ്വേത ചേച്ചി, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ചടങ്ങുകൾ ബാക്കിയുണ്ട്. 2 ടൈറ്റിൽ ഞങ്ങളൊക്കെ ശ്വേത ചേച്ചിയുടെ ഫാനാണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. നോ ഡൗട്ട് ഇത്ര ഫ്ലെക്സിബിൾ ആയ നമ്മളുടെ ഫ്യൂച്ചറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദ യോഗ
അക്രോബാറ്റിക്, ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ ഇന്നത്തെ യൂത്തിനാണ് നമ്മൾ കൊടുക്കാൻ പോണത്. ടു കണ്ണൂർ സ്ക്വാഡ് ഓഫ് യോഗനാണ് ഈ മെയിനും ഇന്നത്തെ ബ്രൈറ്റും. സായ ചേച്ചി ഓൾറൈറ്റ്, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ കണ്ണൂരിലെ സ്ക്വാഡ് ഓഫ് യോഗ. കൺഗ്രാറ്റുലേഷൻസ്. കഴിഞ്ഞിട്ടുള്ള ഒരു സമ്മാനം കൂടിയുണ്ട്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റും നിങ്ങൾക്ക് തന്നെയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് ഇനിയും കാണണം എന്നുണ്ട്. അതുകൊണ്ട് ഒരു എപ്പിസോഡും കൂടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ വരണം. ഓക്കെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാം.